ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പോയമാണ് വളരെ സിമ്പിൾ പോയമാണ് ഫ്രം എ റെയിൽവേ കാരേജ്. മക്കളെ, ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി അഥവാ കാരേജ്, ഓക്കെ, അതിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ, അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പോയത്തിൽ റോബർട്ട് ലൂയി സ്റ്റീവൻസൺ ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, സി നിങ്ങൾ എത്ര ആൾക്കാർ റെയിൽവേയിൽ പോയിട്ടുണ്ട്? അപ്പം എ സി ഒന്നുമില്ല, എ സി ഒക്കെ കംഫർട്ടുള്ളൂ, പക്ഷേ എ സി അല്ലാണ്ട് സ്ലീപ്പറിലോ അല്ലെ സാധാരണ സിറ്റിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ആ ജനലൊക്കെ വൃത്തിയുടെ ഉണ്ടാവും, പക്ഷെ എന്നാലും എന്താണ് ആ കാറ്റ് വരുന്നതും വെയിൽ വല്ല ജുഗു 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 ഒരു കുലുക്കം നല്ല രസമുള്ള ഗുജു 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 നല്ല കുലുക്കോ രസവും ആ വെള്ളവും ചായ വരുന്നതും ആ ചിക്കൻ ബിരിയാണി. എനിക്ക് ട്രെയിനിൽ ഇന്നേ വരെ എത്ര ബിരിയാണി ആലും സാർ ലൈഫിൽ കഴിച്ചിട്ടുണ്ടോ? ആ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന ഒരു ബിരിയാണിയിൽ, ചിക്കൻ ബിരിയാണിയിൽ 2 മുട്ട കിട്ടും. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതേപോലെ ഞാനൊരു കവിത എഴുതാണ്, ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതും. എന്താണ്, ബാത്റൂമിനെ പറ്റി എഴുതൂല, ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ആ രസം, ആ ആംബിയൻസ്, ചായ 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 കാപ്പി 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അതേപോലെ നമ്മുടെ റോബർട്ട് ലൂയി സ്റ്റീവൻസന്റെ വേറെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം അല്ലേ. ചിക്കൻ ബിരിയാണിയിൽ മുട്ട, എന്ത് ഇൻവെൻഷൻ അല്ലേ! എന്തുകൊണ്ട് ലോകത്തെ എല്ലാവരും ചിക്കൻ്റെ കുട്ടിയല്ലേ മുട്ട എന്തുകൊണ്ട് ഇട്ടുകൊണ്ട്, യെസ്, എന്ത് ബുദ്ധിയല്ലേ! അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ്. ആ ഇങ്ങനെ നമ്മൾ ഒന്ന് 2 വിരലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു മുട്ട കിട്ടാന്ന് പറയുമ്പോൾ അല്ലേ. യെസ്, the poem from a railway carriage describes the excitement of traveling on a fast moving train. പെട്ടെന്ന് പോകുന്ന തീവണ്ടിയിലുള്ള ഉത്സാഹമാണ് പറയുന്നത്. It shows how the scenery, fields, bridges, houses, people, അതൊക്കെ എന്താണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഗുഡു. നമ്മൾ എത്ര വീടുകൾ കാണും അല്ലേ? നമുക്ക് കേരളത്തിൽ കൂടെ ട്രെയിനിലേക്ക് പോകുമ്പോൾ കുറേ പച്ച മരങ്ങളും ചെടികളും കാടും വീടുകളും ഒക്കെ കാണും അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കില്ലേ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രെയിനൊക്കെ കാണാൻ പറ്റും, ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ അല്ലേ? പക്ഷേ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വീടുള്ളവർക്ക് അറിയാം എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ട്രെയിൻ പോകും, എന്ത് ശല്യമാണ്, വേസ്റ്റ് വരും, ഒച്ച വരും, വലിയ ശല്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ആ വീട്ടിൽ എന്തായിരിക്കും നടക്കുന്നത്, അയാൾ എങ്ങോട്ടായിരിക്കും, ആ കാറ് നമ്മളെ സ്ലോ കാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും അല്ലേ? അതാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ പോയത്തിൽ വേറെ തന്നെ രസമാണ് പറയാം. ഓക്കെ, അപ്പോൾ വേഗം നോക്കാം. ഫാസ്റ്റർ ദൻ ഫെയറീസ്, ഫാസ്റ്റർ ദൻ വിച്ചസ്, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows and the horse and the cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wink of an eye painted stations whistle by. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ വേസ്റ്റും കാര്യമോ ബാത്റൂമോ മുട്ടക്കറിയോ ഒന്നല്ല പറയുന്നത്. ഇവിടെ നിന്നാണ് ഫാസ്റ്റർ ദൻ ഫെയറീസ്. മക്കളെ, ഫെയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാലാഖമാർ അല്ലേ? അപ്പോൾ സ്മോൾ മാജിക്കൽ ക്രീസ്, മാലാഖമാർ അല്ലേ? അപ്പം ഫെയറീസിനേക്കാൾ സ്പീഡിൽ അല്ലേ പെട്ടെന്ന് പോകുന്നു. ഫാസ്റ്റർ ദൻ വിച്ചസ്. വിച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് മലയാളത്തിൽ? മാജിക്. മന്ത്രവാദികൾ അല്ലേ, മന്ത്രവാദികൾ. ഓക്കെ, മന്ത്രവാദികളിലേക്കാട്ട് മാലാഖമാരെക്കാട്ട് സ്പീഡ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഇവിടെ നമ്മുടെ ഫാസിൽ ഫാൻസ് ഒക്കെ പോരട്ടെ. ഫാസിൽ ഫാൻസ്, ഈ ഫാ എന്ന് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് പറയാം അലിറ്ററേഷൻ. ഓക്കെ, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ഓക്കെ, അപ്പം എന്താണ് ബ്രിഡ്ജസിലെ ബ്രിഡ്ജസ് ഉണ്ട്, വീടുകളുണ്ട്, ഹെഡ്ജസ് ഉണ്ട്, ഡിച്ചസ് ഉണ്ട്. മക്കളെ, ഹെഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ് കട്ടി വേലി അല്ലെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഡിച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് കുറേ കുഴികളുണ്ടാവും. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് and charging along the troops in a battle. Okay, and charging along like troops in a battle. മക്കളെ, ലൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സിമിലി ഉണ്ട് അവിടെ. സിമിലി. ഓക്കെ, അവിടെ സിമിലി ഉണ്ട്. എന്താണ് മക്കളെ, നമ്മൾ ആരെ പോലെയാണെന്നാണ് പറയുന്നത്? നമ്മൾ പട്ടാളക്കാരെ പോലെ എന്ന് പറയുന്നത് പട്ടാളക്കാരെ പോലെ നമ്മളിങ്ങനെ ഓടിപ്പോവാണ് തീവണ്ടീൻ്റെ ഉള്ളിൽ. എന്താണ്? ഓൾ ത്രൂ ദ മെഡോസ്. മെഡോ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? മെഡോ എന്ന് പറയുമ്പോൾ ലാർജ് ഓപ്പൺ ഗ്രാസി ഫീൽഡ്, പുൽമേടിൽ കൂടെ പോകുന്ന മേഡോസ്. മേട് താലേക്കും മേഡോസ്. അപ്പം അതിൽ കൂടെ കുതിരകളെയും കാളകളെയും പോലെ, കാറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പശു, പട്ടി, പൂച്ച, പശു കാര്യങ്ങളൊക്കെ. ഓക്കെ, കാറ്റിൽ ആൻഡ് ഹോർസസ്, അതേപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞു പോകുന്ന പോലെ. ഓക്കെ, ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മലകളും പരന്നിരിക്കുന്നത് കാണാം. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഇവിടെ എന്താണ് സിമിലി ഉണ്ട് മക്കളെ. ഓക്കെ, അതും കിട്ടി. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ. മക്കളെ, കണ്ണടച്ച നിമിഷം, നമ്മൾ മലയാളത്തിൽ കണ്ണടച്ച് കിട്ടുന്ന സമയത്തിനുള്ളിൽ അല്ലേ പെട്ടെന്ന് പെയിന്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ അല്ലേ, കളർ അടിച്ച് എന്താണ് സ്റ്റേഷൻസ് എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വിസിൽ ബൈ. സ്റ്റേഷൻ മക്കളെ വിസിലടിക്കോ? മക്കളെ, മനുഷ്യർ വിസിലടിക്കും അല്ലേ? എന്താണ് സ്റ്റേഷൻസ് എന്താണ് വിസിലടിക്കില്ല, പക്ഷേ സ്റ്റേഷൻസ് പെട്ടെന്ന് പോകുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വിസിൽ ബൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി poetic devices-ലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, here is a child who clambers and scrambles, okay, all by himself and gathering brambles. Clambers, scrambles, brambles, എന്തൊക്കെ വാക്കല്ലേ?
Here is a tramp who stands and gazes, and here is the green for stringing the daisies. Here is the cart run away in a road, lumping along with the man and load. And here is a mill and there is a river, each a glimpse of gone forever. പെട്ടെന്ന് പെട്ടെന്ന് ട്രെയിൻ പോകുമ്പോൾ ഉള്ള ഒരു സിനാരിയോ ആണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാംബിൾസ്. ക്ലാംബേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലൈംസ് വിത്ത് ഡിഫിക്കൽട്ടി, കഠിനമായി കയറുക, കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറുന്ന ഒരു കുട്ടി, ക്ലാംബേഴ്സ്. ഓക്കെ, ക്ലൈംബ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് സ്ക്രാമ്പിൾ, സ്ക്രാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക, സ്ക്രാമ്പിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് കയറി പോവാണ്. ഓക്കെ, ഓൾ ബൈ ഹിംസെൽഫ്, തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാദറിങ് ബ്രാമ്പിൾസ് വൈൽഡ് ബുഷസ്, മക്കളെ കുറച്ച് ചെടികളൊക്കെ കളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക ഒരു നമ്മുടെ ഒരു പയ്യൻ, ഈ പയ്യൻ. ഓക്കെ, ഹിയർ ഇസ് എ ട്രാംപ്. ഓക്കെ, ഹിയർ ഇസ് എ ട്രാംപ് ഹു സ്റ്റാൻഡ്സ്, ഒരാളുണ്ട് കേട്ടോ, ഒരാൾ ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഗേസ് എന്ന് പറയുന്നതാണ് ലുക്ക് അറ്റ് സംതിങ്, ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കില്ല, അല്ലെങ്കിൽ വായ നോക്കി ഇങ്ങനെ നിൽക്കില്ലേ, അതാണ് ഗേസ് എന്ന് പറയുന്നത്, ഗേസസ്. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ഡേസീസ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ഡേസി, അപ്പോൾ പച്ചപ്പൊക്കെ ഉണ്ട്, നമ്മളെന്താണ് ഡേസീസ് അല്ലേ, ഡേസി ചെടികൾ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ലേ, അല്ലേ, അതാണ് പറയുന്നത്. ഹിയർ ഇസ് ദ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ്. മക്കളെ എന്താണ് കാർട്ട് ഇങ്ങനെ എന്താണ് റോഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്, വലിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. ലംപിങ് അലോങ് വിത്ത് ദ മാൻ ആൻഡ് ദ ലോഡ്, അല്ലേ, അതിന് കൂടെ എന്താണ് മക്കളെ, ലംപിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് കൂടെ ഒരാളും അതിൻ്റെ എന്താണ് ഇങ്ങനെ കുറേ എന്താണ് വണ്ടിയിൽ കാളവണ്ടിയിൽ കൊണ്ടുപോകുന്ന പോലെ സാധനങ്ങളുമായിട്ടൊക്കെ, അതാണ് ലോഡ്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദേർ ഇസ് എ റിവർ. ഇവിടെ ഒരു മില്ലുണ്ട്, ഇവിടെ റിവർ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫോട്ടോ, അടിപൊളി. ആൻഡ് ഈച്ച് എ ഗ്ലിംസ് ഓഫ് ഗോൺ ഫോർ എവർ. ഓക്കെ, ഗ്ലിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നിമിഷം, ഒരു കാഴ്ച, ഒരു പെട്ടെന്ന് ഒരു കാഴ്ച. ആൻഡ് ഗോൺ ഫോർ എവർ, അതുകൊണ്ട് പോയി. മക്കളെ ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളൊരു വീട് കാണുന്നു, ഒരു റെയിൽവേ ക്രോസിംഗ് കാണുന്നു, പെട്ടെന്ന് കുറച്ച് പാടം കാണുന്നു, കുറച്ച് വയൽ കാണുന്നു, കുറച്ച് ഭാരതപ്പുഴ കാണുന്ന ഇടയ്ക്ക് പെട്ടെന്നെല്ലാം പോകുന്നില്ല, പെട്ടെന്ന്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഒരു സീനാണ്, പെട്ടെന്ന് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അത്ര ഉള്ളിൽ പോയും സത്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ സിമിലി കുറേ പ്രാവശ്യം ഉണ്ട് അല്ലേ. എവിടേക്കാണ് സിമിലി ഉള്ളത്? സിമിലി നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ഓക്കെ, ആൻഡ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, അപ്പോൾ നമ്മൾ പട്ടാളക്കാരെ പോലെയാണെന്നാണ് പറയുന്നത് ലൈക്ക് ഉപയോഗിച്ചിട്ട്. ആൻഡ് ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല പടപടപടപടാന്ന് നമ്മുടെ ഗ്ലാസ്സിലിടിക്കില്ലേ, അതേപോലെ തിക്കായിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാണല്ലോ. റൈം സ്കീം എന്താണ് മക്കളെ? AABB ഉണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ റെഡിയാണെന്ന്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മക്കളെ, വിച്ചസ് ഡിച്ചസ് AA, ബാറ്റിൽ ക്യാറ്റിൽ. ഓക്കെ, BB. ഇവിടെ നോക്കിയേ, CCII DD. അപ്പോൾ AABB CCDD. റെഡിയാണ്. അലിട്രേഷൻ എവിടേക്കാണുള്ളത്? അലിട്രേഷൻ. ഓക്കെ, അലിട്രേഷൻ എവിടേക്കാണുള്ളത്? ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഫ. ഓക്കെ, ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാംസ്. സി, ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് C സൗണ്ട് ഇവിടെ ഉണ്ട്, S സൗണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലാംബേഴ്സ് ക്യാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഇമേജറി എവിടേക്കാണെന്നുള്ള ഇമേജറി, ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്നതും ക്ലൈംബ് ചെയ്യുന്നതും ബ്യൂട്ടിഫുൾ ആയ ബ്രിഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് കേട്ടോ. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ് നോക്കിയേ, ബ്രിഡ്ജസ്, ഹൗസസ്, ഡ്രൈവിംഗ് റെയിൻ, ഹെഡ്ജസ്, ഡിച്ചസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് പെർസോണിഫിക്കേഷൻ? പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ. മക്കളെ പെയിൻ്റ് അടിക്കുന്ന സ്റ്റേഷൻസ് വിസിലടിച്ച് കുക്കൂന്ന് പോകുന്നതാണോ? അല്ല, നമ്മുടെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ പോകുന്നു എന്ന് കാണിക്കുന്നു അല്ലേ. നമുക്കറിയാം നമ്മൾ പോകുന്നതുകൊണ്ട് സ്റ്റേഷൻ ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നു. അതെന്താണ് മനുഷ്യരെ പോലെയുള്ള ക്വാളിറ്റീസ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേഷൻ അങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയേ, അവിടെ ഒരു രണ്ടാമത്തെ സ്റ്റാൻസയിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഫുൾ എന്താണ്, നമ്മൾ ഫാസ്റ്റായിട്ട് ട്രെയിൻ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എന്താണ്, ഒരു കുട്ടി അവിടെ നിന്ന് കയറി നോക്കുന്നു അല്ലേ, അവിടെ കുറേ ഡേസി ചെടികളുണ്ട്. അപ്പോൾ എന്താണ്, സ്റ്റില്ലായിരിക്കുന്ന അതിനെയും പെട്ടെന്ന് പോകുന്ന ട്രെയിനിനെ പറ്റിയിട്ടാണ് കമ്പയർ. അപ്പോൾ കോൺട്രാസ്റ്റ് ഉണ്ട് കേട്ടോ, കോൺട്രാസ്റ്റ് ചെയ്യുന്നു കേട്ടോ, വ്യത്യാസമുള്ള സാധനങ്ങൾ. ആൻഡ് എന്താണ്, റെപ്പിറ്റേഷൻ ഉണ്ട്. എന്താണ്, ഹിയർ ഇസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്, അതൊരു ബ്യൂട്ടിഫുൾ ഒരു രസത്തിന് വേണ്ടി കേട്ടോ. ആൻഡ് അസോണൻസ് കാണാം. ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ, ഫ്ലൈ ആസ് തിക്ക് ആസ് ദ റെയിൻ, പെയിൻറ്റഡ്. ഇവിടെ എന്തൊക്കെ സൗണ്ടുകളാണ്? ഇവിടെ ഐ സൗണ്ട് ഉണ്ട്, ഇവിടെ ഐ സൗണ്ടുകളാണ് റിപ്പീറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അസോണൻസും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ട് പെർസോണിഫിക്കേഷൻ, റെപ്പറ്റീഷൻ, റൈം സ്കീം, സിമിലി, അലിട്രേഷനൊക്കെ പഠിച്ചാൽ സെറ്റ്. അത്രയുള്ള മക്കളെ പോവും വളരെ സിമ്പിളായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ദ ഓഥർ, ദ പോയിറ്റ് ഈസ് എക്സൈറ്റഡ് അബൌട്ട് എന്താണ് ട്രെയിൻ ജേർണി. നിങ്ങൾക്ക് ട്രെയിൻ ജേർണീനെ പറ്റി ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു മക്കളെ, ഫ്രം റെയിൽവേ കാരേജ്. ഓക്കെ, ഇനി റെയിൽവേ കാരേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ ഇതിനെ പോയി അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ സംഭവമാണ്, നോക്കിക്കാം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. 2023-24 ടേം 1 എക്സാമിന് ചോദിച്ചാണ്. ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്ലാ ബ്ലൂ 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 ബ്ലൂ.
What is the poem about? ഈ poem എന്തിനെ പറ്റിയിട്ടാണ്? This is about a train journey. Okay, the poet is describing a very fast train journey with excitement and a very beautiful scenery outside. Okay, the poem is about the excitement of a fast moving train journey and describing everything. Blah 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 blah. Which line shows the high speed of the train? Train വളരെ വേഗത്തിലാണ് പോകുന്നത്. Faster than fairies, faster than witches. അതുണ്ട്. പിന്നെന്താണ്? അത്രയും മതിയില്ല, അതന്നെ അല്ലേ? അതന്നെ മതി. അത് നോക്കിയാൽ and ever again in the wink of an eye painted visit. അതും പറയാം, ഈ ലൈന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ എന്താ, and ever again in the wink of കണ്ണ് അടച്ചു ചിമ്മിക്കുന്ന നിമിഷത്തിൽ റെയിൽവേ സ്റ്റേഷൻ പോയി. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഓക്കെ, pick out any two pairs of rhyming words. Witches, ditches. Battle, cattle. Plane, rain, I, buy. വളരെ സിമ്പിൾ. ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻ. മക്കളെ, ബ്ലാ ബ്ലൂ 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 ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. അല്ലെങ്കിൽ എന്താണ്, വേറെ എന്താണ്, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ആൻസേഴ്സും ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾക്ക് ഒരു അടിപൊളി ചാനലുണ്ട് ഫൈനാൻസിന് വേണ്ടിയിട്ട്. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് 8ാം ക്ലാസ്സിലെ ഫുൾ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. 9ാം ക്ലാസ് ആൽഫ ബാച്ചിൽ നമുക്ക് കാണാം. ഓക്കെ.